ഇവിടെ ബംഗാളികളോ? ഇവിടെ ബംഗാളികളെ ഉള്ളൂ, മലയാളികളില്ല. മലയാളികളായിട്ട് ഞങ്ങൾ മൂന്നാലാ, ഞാൻ രാമേട്ടെ, പിന്നെ നമ്മളെ ചായപ്പീടി എടുത്തുന്ന കൃഷ്ണേട്ടെ, അങ്ങനെ മൂന്നാല് ആൾക്കാരെ ഞങ്ങൾ മലയാളികളുള്ളൂ. ബാക്കിയുള്ള മലയാളികള്? ബാക്കിയുള്ള മലയാളികളൊക്കെ ഗൾഫിലാണ്. ഭയങ്കര ശബ്ദം. അതിപ്പോ നിങ്ങൾ വരുന്നത് ആഘോഷമായിട്ട് മിമിക്രിക്കാരെ പരിപാടിയൊക്കെ സംഘടിപ്പിക്കുകയാണ്. അപ്പൊ താനല്ലോ പറഞ്ഞു ഇവിടെ മലയാളികളില്ലെന്ന്. പിന്നെ എങ്ങനെ ഇവിടെ മിമിക്രി നടക്കുന്നത്? ബംഗാളി മിമിക്രി. ഇവിടെ ബംഗാളി മിമിക്രിയോ? ബംഗാളി മിമിക്രി എനിക്ക് വിശ്വാസമാവുന്നില്ല കേട്ടോ. ഒന്നൊരു വിശ്വാസം. അത് ബംഗാളി മിമിക്രിയാണ്. അത് പോയി നോക്കാം, അത് കാണിച്ചു തരാം. അതെ അതെ, നിങ്ങൾക്കറിയാലോ, ഞാൻ ആദ്യമായിട്ടൊന്നല്ല ഗൾഫ് ഷോ ചെയ്യുന്നത്. എനിക്കറിയാം, മനസ്സിലായോ? അതെ, വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ കൊണ്ടൊന്നും ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. വന്നോട്ടെ. വന്നോളൂ. നേരെ മുന്നോട്ട് വാ, കുറച്ച് പുറകോട്ട്. അതെ അതെ, ഇനി റൈറ്റിലേക്ക് വാ, ഇനി കുറച്ച് മുന്നോട്ട് വാ, ഇനി നേരെ ഓപ്പോസിറ്റ്. എന്തുവാ? അല്ല സാർ, മറ്റേ ഗൾഫ് ഷോയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടി വിളിച്ചില്ലേ? ഒരു മിനിറ്റ്. അല്ല, ഞാൻ വിളിക്കാം. കാരണം നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കുറെ നടന്മാരുടെ ശബ്ദം. അതെ, ഓക്കെ. വ്യത്യസ്തമായിട്ടാണെങ്കിൽ മാത്രം നമുക്ക് ഈ ഷോയിലേക്ക് നിങ്ങളെ പങ്കെടുപ്പിക്കാം. കേൾക്കട്ടെ, എന്താ ചെയ്യുന്നത്? ആദ്യം ഇവിടെ നമുക്ക് പഴയകാല നടനായ അടൂർ ബാസി സാറിന്റെ ശബ്ദം ഒന്ന് കേൾക്കാം. ഓക്കെ. പഴയ മുഖങ്ങൾക്ക് എന്നെ നന്നായി അറിയാം. അവള് കേൾക്കുന്നുണ്ടായിരുന്നു, നസ്രാണി കെട്ടിയെന്നോ കെട്ടാൻ പോകുന്നെന്നോ ഒക്കെ പറയണു. അല്ല തോമ, ചെറുവാക്ക് പറയാൻ പാടില്ലേ? ഞാൻ അവളെ കെട്ടിച്ചുടുക്കളായിരുന്നല്ലോ. നീ ഇവിടെ എടുക്കാൻ വരുന്നതും കൊച്ചമേങ്ങാണ്ട് പറഞ്ഞ എൻ്റെ പണി പോവും. അടിപൊളി. അടുത്ത് ഈ ബാബുരാജ്, അഡ്വക്കേറ്റ് ബാബുരാജ് വെറൈറ്റി ആണ്. സാറ് നല്ല പണയാ കാണിച്ച്. സാറ് മെനിഞ്ഞാന്ന് വരുന്നു കരുതി കൊടമ്പിളി ഇട്ട് വെച്ച മീൻകറി, ഇന്നലെ നല്ല നാടൻ കോഴിക്കറി എല്ലാം ഉണ്ടാക്കി വെച്ച്, എന്നിട്ട് ഞാൻ തന്നെ തിന്നീർത്ത്. സാറിന് വരില്ല എന്ന് വിളിച്ച് പറയാനായിട്ട് ഒരു മൊബൈൽ ഫോണെങ്കിലും വാങ്ങിച്ചു വെച്ചൂടെ? അല്ലേലും നമ്മൾ കുടിയന്മാർക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. ശശിയേട്ടാ, 2 രാധാസ്. സാറേ, നമ്മുടെ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമയിലെ KB ഗണേഷ് കുമാർ സാറും ഒപ്പം ഇന്നസെന്റ് ആയിട്ടും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീക്വൻസ് ശ്രദ്ധിക്കാം. ഉണ്ണിത്താൻ ചേട്ടോ, അല്ലി പറഞ്ഞപ്പോഴാ കാര്യങ്ങൾ അറിയുന്നത്. ഒരു വാക്ക് എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു. വാ, ഇപ്പൊ തന്നെ പോയി സാധനം അങ്ങ് എടുത്തേക്കാം. നിനക്ക് പേടിയൊന്നും ഇല്ലല്ലേ? പേടിയോ? എനിക്കോ? നല്ല കാര്യമായി. അല്ല, ചേട്ടന് പേടിയുണ്ടോ? അഥവാ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, സാധനം ഇപ്പൊ തന്നെ എടുത്ത് കൈ തന്നേക്കാം. ഒരു 10 തൊട്ടി വെള്ളത്തിലും കുളിച്ചോ. പക്ഷേ ഒരു പാതാളക്കരണ്ടി കിട്ടുന്നെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായിരുന്നു. ഇല്ല, വേണമെന്നില്ല, നമുക്കിറങ്ങില്ലേ? പാതാളക്കരണ്ടിയാ? മാടമ്പള്ളിയിലെ താക്കോലെടുക്കാൻ നിനക്ക് എന്തിനാ ദാസപ്പ പാതാളക്കരണ്ടി? മാടമ്പള്ളിയിലെ താക്കോല അപ്പൊ കണ്ടി തൊട്ടെടുക്കാനല്ലേ? ഈ ചെക്കൻ എന്താ കിടന്ന് പിച്ചും പേയും പറയണേ? നിങ്ങളുടെ നടന്നേ നീ. ന്യൂ ജനറേഷൻ സിനിമയിലൂടെ കടന്നു വന്ന ഒരു നടനാണ് ചെമ്പൻ മനോദിന്റെ ശബ്ദം ഒന്ന് കേൾക്കാം. സംഗതി ഇത്തിരിട്ട് ആർക്കാണെങ്കിലും ഈ ജയിലെന്ന് പറഞ്ഞാൽ ഒരു സംബന്ധം ടച്ചോ. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു 10 കൊണ്ടുവന്ന അതിൽ 9 ഇന്റർനാഷണൽ വേസ്റ്റോളാണ്. പക്ഷേ ഇവിടെ സീൻ അതല്ലട്ടാ. ഇവിടെ ഓരോരുത്തരും അവരുടെ മേഖലകളിൽ കൈ തെളിയിച്ചു വരാം. അങ്ങനെ ആകുമ്പോൾ ഈ ജയിലെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു ക്രിയേറ്റീവ് പീപ്പിൾസ് ആണ്. ഇളയ ദളപതി വിജയ് വന്നിരിக்கிறா சூப்பர், சும்மா பட்டே கிளப்பலாம். ரேஞ்சு கொடுத்தன அடிக்கணும்னு யோசிச்ச பரவாயில்ல, 10 நிக்குது, மொத்தமா வசூல் பண்ணிக்கிறேன். இந்த பொங்கல் நமக்கு சூப்பர் கலெக்ஷன். சாமி முன்னாடி மட்டும்தான்டா சாந்தமா பேசுவேன், சக்கட முன்னாடியில வாட்டா அபி தேக்கோ சூப்பிஸ்தானோ. അടിപൊളി, സൂപ്പർ ആയിരുന്നു. നെക്സ്റ്റ് നിങ്ങളെടുത്തത്? അടുത്തത് നമ്മുടെ റാംജി റാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിലെ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സായ് കുമാർ. അതിലെ ബാലകൃഷ്ണനായിട്ട്. എടാ ഗോപാലകൃഷ്ണൻ, ഇത് ഞാനാ, നിന്റെ ബാലകൃഷ്ണൻ. എന്റെ പൊന്നു മത്തായിച്ച ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഇല്ല മത്തായിച്ച, ഞാൻ എന്തിനു വേണ്ടിയാണോ ഇങ്ങോട്ട് വന്നത്? ആ ജോലിയും എനിക്ക് കിട്ടില്ല. അതിന് കാരണക്കാരൻ ആരാന്നറിയോ? ദായി നിൽക്കുന്നവനാ, ഹംസക്കോയുടെ കടം. അത് ഞാനിനി എങ്ങനെ വീടും? മത്തായിച്ചനറിയോ, ഞാനിന്ന് ഒരുപാട് മദ്യപിച്ചിട്ടുണ്ട്. ഞാനിന്ന് മദ്യം വാങ്ങിയതേ ഈ ലോകത്തിലെ ഏറ്റവും പരമനാറിയുടെ കാശ് കൊണ്ടാ. ദായി നിൽക്കുന്ന ഗോപാലകൃഷ്ണന്റെ സത്യം പറയണം, അത് ആ സ്ത്രീ നിന്റെ അമ്മ തന്നെയാണോടാ പട്ടി. അടുത്ത് നമ്മുടെ കഥാ, തിരക്കഥാ, സംഭാഷണം, സംവിധാനം എല്ലാം കൈകാര്യം ചെയ്യുന്ന അനുഗ്രഹീത കലാകാരൻ ശ്രീനിവാസൻ സാർ. നക്ക 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 കൊണക്കെട്ട കോഴി കൂള കോഴി
ഒന്നഞ്ചരുവില വയറ്റാട്ടി കേട്ടോ ഈ കാക്കക്കുള്ളിൽ ഒരു ഹൃദയമല്ല ഒരു കലാകാരനുണ്ട്. അമ്മാമ്മേ, ഇതൊരു ആനയല്ല, ഞാൻ ഒരു മണ്ടനുമല്ല. എന്ത് ശ്യാമളയെ പഴം പുഴുങ്ങിയത് എവിടെ? അടിപൊളി അടിപൊളി. ഇനി ഏതാ നെക്സ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഏതുള്ളത്? അടുത്തതായിട്ട് പ്രേമം എന്ന ചിത്രത്തിലൂടെ നമ്മുടെ ഇവരുടെ മനം കവർന്ന നമ്മുടെ പ്രിയങ്കരനായ വിമൽ സാർ, വിമൽ സാർ, അദ്ദേഹത്തെ അവതരിപ്പിച്ച വിനയ് ഫോർട്ട്, പ്രേമത്തിലെ ഒരു രംഗം. ജവ ഇസ് സിമ്പിൾ, സിമ്പിളാണ് ജവ. ജവ ഇസ് പവർഫുൾ, പവർഫുൾ ആണ് ജവ. അഞ്ജലിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പിന്നെ ഈ 119 പേജിൽ ഒരു പട്ടി ഇറച്ചിയും കടിച്ചു പിടിച്ച് ജനലിൻ്റെ പുറത്തേക്ക് നോക്കിക്കുന്ന സീനുണ്ടല്ലോ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായത്. എനിക്ക് വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല. അപ്പോൾ എത്രയേ ഉള്ളൂ? ജവ ഇസ് സേഫ്, ജവ വളരെ സേഫാണ് സാറേ. സബർജില്ലി പോരെ? സബർജില്ലി വേണ്ട, മുന്തിരിപ്പാടം ഒരു കയറ്റുന്നല്ലോ. ഓക്കെ സാറേ, ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കയ്യിലുള്ള വെറൈറ്റി. കഴിഞ്ഞു. പാസ്പോർട്ട് എടുത്തോണ്ട് പാസ്പോർട്ട് ഞാൻ പറയാം. അപ്പൊ എന്താ അറിയോ, ഈ നടന്മാരുടെ ശബ്ദം എല്ലാവരും ചെയ്യുന്നതാണ്. ഇതിൽ വെറൈറ്റി ആയിട്ട് എന്താണ് ഇപ്പൊ വെറൈറ്റി ആയിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. അയ്യോ, അത് മാത്രമല്ല, നിങ്ങൾ ഈ 3 പേര് മാത്രം ഒരു ഷോക്ക് ചെയ്യാൻ എങ്ങനെ കൊണ്ടുപോവാ? സാർ 3 പേരല്ല, പിന്നെ ഞങ്ങളുടെ കൂടെ 20 പേരുണ്ട്. 20 പേരോ? 20 പേരുണ്ട്. ഇതിൽ ബാക്കി പേരെവിടെ? അവരൊക്കെ വാർക്കപ്പണിക്ക് പോയി. വാർക്കപ്പണിക്കോ? ആ, ബംഗാളികളാണ്. ബംഗാളികളാ? ബംഗാളികൾ അടിപൊളിയാണ്. ബംഗാളികളെ മിമിക്രി ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. ഇതിലും മിമിക്രി ആണെന്നവര് സാറ് കണ്ടാ വിശ്വസിക്കൂ? കണ്ടാ വിശ്വസിക്കൂ. പിന്നെ അവർക്ക് ആകുമ്പോൾ ശമ്പളം ഒന്നും മതിയായിട്ട് കൊടുക്കണ്ട, ഒരു 100 രൂപ കൊടുത്താൽ മതി. പിന്നെ ഷാരൂഖ് ഖാന്റെ പടമുള്ള ഒരു ഫ്ലക്സ് വലിച്ചിട്ട് ഒരു കൂടാരം കൂടെ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ സിനിമാക്കാരായിട്ട് ഒരു ബന്ധമായി അവർക്ക്. ശരി. പിന്നെ അവർക്ക് പിന്നെ അരി എന്ന് പറയുന്നത് റേഷൻ അരിയും കുറച്ച് കിഴങ്ങ് മാഞ്ചി വെട്ടി അങ്ങിട്ട് കൊടുത്താൽ മതി. ഇത്രയും മതി. ഞമ്മാന്നങ്ങ ചവയ്ക്കും. കാരണം നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവൻ കിട്ടില്ല മിമിക്രിയാണ്. വാ തുറന്നു വായിന്ന് വരുന്ന സ്റ്റാറുകൾ കണ്ടു കഴിഞ്ഞാൽ സാറ് ഞെട്ടും. ഒരു കാര്യം ചെയ്യാൻ രാംസിനെ വിളിച്ചോണ്ടോ? പെട്ടെന്ന് വിളിച്ചോ. ഇങ്ങോട്ട് പറഞ്ഞുവിട് പെട്ടെന്ന്. ഉറപ്പാണല്ലോ. സൂപ്പറാണ് സാർ, സൂപ്പറാണ്. അതല്ലേ? स्पॉन्सर സ്പോൺസർ मिमिक्री आर्टिस्ट മിമിക്രി ആർട്ടിസ്റ്റ് അല്ല, പക്ഷേ अच्छा हिंदी मिमिक्री आर्टिस्ट ഹിന്ദി മിമിക്രി ആർട്ടിസ്റ്റ് എന്നാണ് എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇയാള് ചെയ്യോ? വിശ്വസിക്കുന്നത്. സാർ കേട്ടോ ഒരു സ്റ്റാർ അതിൽ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാം. നോക്കിയോ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, എനിക്ക് ആദ്യം തന്നെ ഈ തിലകന്റെ ശബ്ദം ഒന്ന് കേട്ടാ കൊള്ളാം. लोकमान्य तिलक ഓ, നാട്ടിൽ പോണ വിചാരമുള്ളൂ. അതല്ല ട്രെയിനല്ല, തിലകൻ സിനിമാ നടൻ, ആക്ടർ. एक्टर ആ, तिलक തിലകൻ. जी मोहनलाल जी का फिल्म किरीट क्लाइमैक्स सीन है കിരീടം. കിരീടം. क्लाइमैक्स सीन है एक्शन ആ, एक्शन ഓക്കെ ഓക്കെ ഓക്കെ. എടാ തിലകനെ മൂക്കിലല്ല ചെവിയിലെ വരല്ലേ? ആദ്യം പഠിക്കും. जबी जबी ചാക്കൂരി ചേടാലോ, കത്തി താഴേറ, ചാക്കൂരി ചേടാലോ, കത്തി താഴേറ. तुम्हारा पिताजी बोला ചാക്കൂരി ചേടാ. നിന്റെ അച്ഛനാണ് പറയുന്നത് കത്തി താഴേറ. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞത് സൂപ്പറാവുന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യാം. कोई नहीं हमसे नहीं चाइनी कोई नहीं എന്തൊക്കെയാ ചോദിക്കുന്നവേ? ചൈനീ കുനി ഇല്ല, ചൈനീ കുനി നഹി, ചൈനീ കുനി നഹി നഹി. ഞാൻ ഒരു കാര്യം പറയാം, വേറെ നടന്ന് ചോദിക്കാൻ മതി. വേറെ വേറെ നടൻ വേറെ ചോദിച്ചു. മധു. मधु अच्छा मधु എടാ ആ മധു അല്ല, സിനിമാ നടൻ മധു. मधु ആ, ആ. काया കരുത്തമ്മ समुद्रों की मुंगांगुड़ी करता है, മുങ്ങാങ്കുഴിയാണ്. तेरे मेरे बीच में कैसा है बंधन, अनजाना आराना हैराना. അത് ഹിന്ദി പാട്ട് പാടുന്ന ആന പുള്ളി കാണിച്ചത് സൂപ്പർ അല്ലേ? ആന സൂപ്പറാണ്. അടുത്തൊരു കാര്യം നമുക്ക് नेक्स्ट आइटम भीम जी भीम जी പച്ചക്കറിയിലല്ല ബീംസ്. भीम जी ഇവര് എന്തെന്ന്? ഭീമന്റെ കു. ഭീമൻ രഘു. ആ വരട്ടെ ഭീമന്റെ കു വരട്ടെ. एक्शन आओ आओ इंदु जोड़न जी, വരണം എന്ത് ചൂടാൻ. मैं पवित्र का कावल कुत्ता है, ഞാൻ പവിത്രന്റെ കാവൽ പട്ടിയാണെന്ന് समझा? മനസ്സിലായോന്ന്? മനസ്സിലായോ? മലയാളം അറിയല്ലേ? ഓക്കെ, അടിപൊളിയാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ സിനിമാ നടന്മാരിൽ നിന്ന് മാറിയിട്ട് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ ശബ്ദം ഒന്ന് കേട്ടാ കൊള്ളാം. ആ ചെയ്യും, സൂപ്പറായിട്ട് ചെയ്യും. ചെയ്യും. ഉമ്മൻചാണ്ടി उम्मनचाटी नहीं मेरा आंसर नहीं पान पराग नहीं लिखा पूरा बंद करता है क्या मिनिस्टर मुख्यमंत्री സാറേ വല്ല തേയിലപ്പൊടിയെങ്കിലും ഇവിടെ അണ്ണാക്കിലെടുത്ത് തള്ളിക്കൂട്ടെ. എന്തെങ്കിലും വായിലെടുത്തില്ലെങ്കിൽ ഇവിടെ ഒന്നും പറ്റൂല. അവന്റെ ആൻസ് ഒക്കെ നിർത്തിയെന്നാ പറയുന്നത്. അതെ ഞാൻ വാങ്ങിച്ചു തരാം. ഞാൻ മേ തമിഴ്നാട് കാ ബോൾത്താ മേ പുട്ടക്കടങ്ങനെ വാങ്ങിച്ചോണ്ട് വന്നാ. കാരണം ഇപ്പൊ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് പുള്ളി ഇപ്പൊ വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നത് അതിന്റെ സൗണ്ടാണ് പുള്ളി ഞാൻ വിചാരിച്ചു മൃദംഗം വായിച്ചാ വെറൈറ്റി അല്ലേ? എന്തായാലും വെറൈറ്റി ആട്ടോ, കൊള്ളാം, കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വെറൈറ്റി ആയിട്ട് യുവാക്കളുടെ ഹരം
ആ യുവാക്കളുടെ ഹരം. അതുപോലെ യുവതികളുടെ ഹരമായ ഒരു നടനെ ഞാൻ പറയാം. പൃഥ്വിരാജ്. അല്ല, സന്തോഷ് പണ്ഡിറ്റ്. സന്തോഷ് പണ്ഡിറ്റ്. സൂപ്പർ സൂപ്പറാണ്, കിടിലോ. സന്തോഷ് പണ്ഡിറ്റ്. സന്തോഷ് പണ്ഡിറ്റ്. സന്തോഷ് പണ്ഡിറ്റ്. പാഗലാത്മി. മാഴാങ്കാട്ട മലയാളി. പണ്ഡിറ്റ്. സന്തോഷ് പണ്ഡിറ്റ് കൊണ്ടുപോടവനെ. പാഗലാത്മി സന്തോഷ് പണ്ഡിറ്റ് പൂര ബാർ बोला बोला मैं चलता हैंड्स पलटा अच्छा है पलटा पलटा तुम चलता. ഓക്കെ, അപ്പൊ എനിക്ക് ഈ പ്രോഗ്രാം ഒക്കെ ഇഷ്ടമായി. താങ്ക് യു സാർ. ഒരിക്കലും മറക്കില്ല സാർ. ഞങ്ങൾ പാസ്പോർട്ടൊക്കെ കൊണ്ട് അല്ല ഞാൻ പറയാം. അപ്പൊ ഏതായാലും ഗൾഫിൽ ഞാനൊരു മെഗാ ഷോ ചെയ്യാനുള്ള ഒരു പരിപാടി തന്നെ അടിച്ചു പൊളിക്കാം സാർ, അടിച്ചു പൊളിക്കാം. പക്ഷെ നിങ്ങളെ വെച്ചല്ല, ഇല്ലേ, ബംഗാളികളെ വെച്ച് ഗൾഫിൽ ഒരു മെഗാ ഷോ ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് ഞാൻ. അപ്പൊ ഞങ്ങളാ ഇതാണ് പറയുന്നത്. മലയാളി ഇരിക്കേണ്ടടുത്ത് മലയാളി ഇരുന്നില്ലെങ്കിൽ അവിടെ ബംഗാളി കയറി നിരങ്ങുന്നു സാറേ. അങ്ങനെ മിമിക്രിയും കണ്ടു. നമ്മളിപ്പോ ഇങ്ങനെ ഒരുമിച്ച് നടന്നപ്പോ വലിയ പിരിയാൻ പറ്റാത്തൊരു ബന്ധായി അല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചാൽ സമ്മതിക്കോ? ഓ, അനുഗ്രഹത്തിനായിരിക്കും, വാങ്ങിക്കോളൂ. എന്ത് കാര്യത്തിന്? മാവേലി, ഞാൻ ചോദിക്കണ എന്താ വെച്ചാല്, നിങ്ങൾ പാതാളത്തിലേക്ക് പോകുമ്പോ ഈ പ്രാവശ്യം ഞാൻ കൂടി അങ്ങോട്ട് വന്നാലോ? അടിച്ചങ്ങോട്ട് പൊളി. എന്താണ് മാവേലി? അടുത്തൊരു ഓണമായാൽ നാടു കാണാൻ സാധ്യമോ? മനുഷ്യർ തമ്മിൽ